ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് മസാലകൾ അവസാനം ചേർത്തുകൊണ്ട് ഒരു ചിക്കൻ വരട്ടിയത് തയ്യാറാക്കാന്നുള്ള ഈസി കുക്കിംഗ് റെസിപ്പിയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിനായിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുക്കള ജോലിയെല്ലാം എടുക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെയുള്ള ഐഡിയകളാണ് ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താറുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും, ഷെയർ ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അത് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് ഇതുപോലെ കഴുകി വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ആ തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയെല്ലാം റെഡിയാക്കി എടുക്കാം. നമുക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേക നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരകപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ എന്താണ് ചേർക്കേണ്ടത്? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെന്താണ് ഞാനൊന്ന് നോക്കട്ടെ. നല്ല ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇങ്ങോട്ട് പോന്നോട്ടെ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മല്ലിച്ചപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ചില ശ്രദ്ധിച്ചാൽ മതി. അത്രയ്ക്ക് തന്നെ പറയാമല്ലോ. ഇനി അവിടെയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോയേക്കോ, അതൊക്കെ ടൈം വേസ്റ്റാണ് പ്രിയപ്പെട്ടവരെ. ഇനി അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ മസാലയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി. കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് ഞാൻ ചിക്കൻ കറി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ അടുക്കള ജോലി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർത്തെടുക്കാൻ പറ്റും. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ പ്രിയപ്പെട്ടവരെ. അപ്പോൾ വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാണ്, ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഇതൊക്കെ പറയാണ്. പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലൊന്നും ഇത് ഇടാൻ താല്പര്യമില്ല, തന്നെ ഇടുള്ളൂ, അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പോൾ എന്താ പറയാനുള്ളത്, വേറെ എന്താ പ്രത്യേകിച്ച്. ഇതിങ്ങനെ തിളച്ച് വന്നോട്ടെ. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തീ കുറച്ചിട്ട് അവിടെ അങ്ങനെ തിളച്ച് കിടന്നോട്ടെ. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നല്ലൊരു ടേസ്റ്റ് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് പെരുംജീരകവും ചേർത്ത് കൊടുത്ത് ഇതുപോലെ പെരുംജീരകവും ഒന്ന് പൊട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇതുപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വേവിച്ച് വെച്ച ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ പ്രിയപ്പെട്ടവരെ. അപ്പോൾ 3 മിനിറ്റ് കൊണ്ടൊക്കെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ സമയമായിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സമയമായിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഉള്ളി ഒന്ന് വഴറ്റി കിട്ടണ്ടേ, ഉള്ളി ഒന്ന് വാടി വരട്ടെ. അതുവരേക്കും നമുക്ക് എന്താ പറയുക. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാണ്. ഈസി കുക്കിംഗ് റെസിപ്പിയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇനി പറയാൻ പറ്റുമോ ഇല്ല എനിക്കറിയില്ല. 4 മിനിറ്റ് ആയിക്കണ്. ലൈക്കും കമൻറ്റും ഷെയറും പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ചാനൽ ഇപ്പോൾ ഇട്ടെറിഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും നമുക്ക് നോക്കാം. ഈ ചിക്കൻ വരട്ടിയത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് വീണ്ടും നമുക്ക് ചട്ടി മാറ്റി അപ്പുറത്തേക്കൊന്ന് ഒഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുത്താലും നമ്മുടെ എന്താ പറയുക, ചിക്കൻ വരട്ടിയത് സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചോറ് കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ്, നല്ല ജീരകം, ഉലുവ, പെരുംജീരകം, നമ്മൾ എന്തൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ ഉള്ളിക്കൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ. ആ റേറ്റ് കൂടിയ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ
എന്താ നമ്മുടെ സമയവും ലാഭിക്കാം, അതുപോലെ നമുക്കിടെ എന്താ പറയുക നമ്മുടെ പൈസയും ലാഭിക്കാം, എല്ലാം ലാഭിക്കാം. അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ സമയമായിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക, ഷെയർ ഇടുക, സബ്സ്ക്രൈബ് ഇടുക. അത് ഞാൻ പറയാനൊന്നും നിൽക്കണില്ല, നിങ്ങൾ കണ്ടറിഞ്ഞിട്ടോളി. അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും വീഡിയോ വൈൻഡപ്പ് ആക്കണോ പ്രിയപ്പെട്ടവരെ? വീഡിയോ നേരത്തെ വൈൻഡപ്പ് ആക്കിയതാണ്. എങ്കിൽ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. Fine, that's